പുതിയൊരു വീട്ടിലോട്ട് സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. അതെ, ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. ഇർഫാൻ നമ്മുടെ ക്യാമറമാൻ. നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? ടർഫിൽ കളിക്കാൻ പോവുകയാണ്. നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. സുഫിയാനും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അത് ഓടത്തില്ലടി, അത് ഓണാവത്തില്ല. ഓക്കെ, അപ്പം വണ്ടിയിൽ പോട്ടെ. നമ്പർ കാണിച്ചു കൊടുക്കട്ടെ കളിയാ, പെറ്റിയടിച്ച് കഴിയത് ഓണ 1 മില്യൺ അടിച്ചാലോ കളിയാ. ഓക്കെ ഗൈസ്, അപ്പം മേടിച്ചു തരുമോ? അപ്പോൾ ഗൈസ് നിങ്ങൾ 1 മില്യൺ അടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ഇറക്കി പോയിട്ട് ബാക്കി കാണാം. അല്ലെ പോകുന്ന വഴിക്കൊക്കെ കാണാം. സുഫിയാൻ എന്താണ് പറയാനുള്ളത്? പറയടിയാ, നീ അവൻ അങ്ങനെയൊക്കെ പറയും. പറ. ഹാട്രിക് നമ്പർ നമ്മൾ റോഡി നിൽക്കും. അങ്ങനെ നമ്മൾ പോവുകയാണ്. സുഫിയാൻ അങ്ങോട്ട് വരും. ട്രിപ്പിൾസാണ് വെക്കുന്നത്. കേസൊക്കെ ആവോ നമ്പർ പ്ലേറ്റ് ഇല്ലല്ലേ? കഷ്ടാലന്ന് കയറി നമ്പർ പ്ലേറ്റ് ഒക്കെ അടിക്കുന്ന നോക്കി അടിച്ചൊക്കെ. നമ്മൾ വെമ്പായത്ത് നിന്ന് ഇവിടെ നമ്മൾ മേലോട്ടാണ് പോകുന്നത്. വരുന്നു. അതെ, നമ്മളങ്ങനെ റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നും കേക്കത്തില്ല അളിയാ, മറ്റേ സൗണ്ട് ഇല്ലാത്തോണ്ടേ. കാറ്റടിക്കുന്നോണ്ടൊന്നും കേക്കത്തില്ല. പിന്നെ എങ്ങനെ അളിയാ? അതെങ്ങനെ അളിയാ? ഇപ്പൊ ഇങ്ങനെയാ അളിയാ? അങ്ങനെ സംസാരിച്ചളിയാ എന്ന് പറയുമ്പോ നമ്മള് പയ്യന്മാരെ സംസാരിക്കുക. എങ്ങനെ പറയുന്നേ? ഹലോ ഗൈസ്, അങ്ങനെയല്ലേ പറയാം? ഗൈസ് വിളി, ഗൈസ് 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 അതെ ഗൈസ്. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് നമ്മള് ഇങ്ങനെ ഗൈസ് വിളിയാണ്ടല്ലേ? ടർഫിൽ പോവാ. എങ്ങനെ? നമ്മൾ നേരെ ടർഫിലോട്ടാണ് പോകുന്നത്. കാരണക്കാരെ നമ്മൾ ഗൈസ് നിർത്തി. നമ്മളിപ്പോൾ പോകുന്നത് കൂട്ടുകാരെ, നമ്മളിപ്പോൾ ടർഫിലാണ് പോകുന്നത്. ഗോൾ അടിക്കാനും ഗോളടി വാങ്ങാനും. ഇങ്ങനെയാണോ അളിയ പറയണ്ടേ? ആൾക്കാരെന്താ വിചാരിക്കും? അതെ അതെ. അപ്പൊ നമ്മൾ വിചാരിച്ച് മൊണ്ണാളല്ല. ഇത് കേക്കത്തില്ല, നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം. നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ ഗ്രൗണ്ടിലേക്ക്. ശ്രീകണ്ഠൻ നായർ സ്റ്റേഡിയം തിരിച്ചു പോയാലേ. ഇതെങ്ങനെ തുറക്കോളി? നമുക്ക് വിളിച്ചു ചോദിച്ചാലേ, നമ്പർ വിളിച്ചു ചോദിച്ചാലേ. അകത്തുള്ള ആള് പുറത്ത് വന്ന് മതിലടി പൂട്ട് വരുന്നത്. നീ ആരുടെ മരത്തടി മുന്നേ ശരിയല്ലേ? അയ്യോ, നമ്പർ വിളിച്ചു നോക്കിയാളിയാ. ഇനി പറയ്, ഇനി എന്താണ് സംഭവം? അതെ, ശരത്ത് വന്നിട്ടുണ്ട്. അതെ, നമ്പർ പ്ലേറ്റ് പോയി. ഇന്ന് എനിക്ക് പറ്റി അടിക്കോളിയാ. ഹെൽമെറ്റ് ഇവിടെ വെച്ചാലും കുഴപ്പമില്ല. ഹെൽമെറ്റ് വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കയ്യിൽ വെച്ചിട്ടുണ്ടല്ലേ? നമുക്കൊരാളെ കാണോ? അപ്പൊ നമ്മളെന്തായാലും വ്ളോഗ് എടുക്കുകയാണ്. നമ്മള് കളിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാല് തുറന്നിട്ടില്ല. ഇർഫാന്റെ ബാക്ക് അടിച്ചിട്ട് തുറന്നിട്ടില്ല. തുറന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ടല്ലേ? 1-2 വീഡിയോ എടുക്കാനുണ്ട്. അത് ഇൻസ്റ്റയിൽ ഇടാനും യൂട്യൂബിൽ ഇടാനും തന്നെ. സപ്പോർട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. പാവപ്പെട്ട ശരത്ത് ആർക്കാണ് മെസ്സേജ് ഇടുന്നത്? ആർക്കുമില്ല, ചുമ്മാ വരച്ച്
എടാ എന്റെ നെറ്റ് എത്ര ഇട്ടു രാത്രി? ഇല്ല ഒരിക്കലും എടുത്തില്ല. പെരുവിയല്ല അടിച്ച് ജിമ്മിൽ പോണം. പിടിച്ചാ ഓക്കെ നമ്മള് തിരിച്ചു. അപ്പൊ നമ്മള് വന്നിട്ടുള്ള എവിടാന്ന് വെച്ചാല് ടർഫിൽ ഇത് 3ാമത്തെ ടവറാണ്. റൊണാൾഡോ അവിടെ. പക്ഷേ ഞാൻ മെസ്സി ഫാനാണ്. മാൽദീനി കോപ്പിറൈറ്റ് അടിക്കും പാട്ടിട്ട. പാട്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. എടാ ഇത് വിളിച്ചു നോക്കി കളി ഈ നമ്പറില്. അതല്ലേ പറഞ്ഞ വീട്ടിൽ തരാം. കൊടുക്കാനില്ല കാര്യമില്ല. നല്ല കയ്യിലില്ലേ പൈസ? നീ ആ 100 രൂപ കൊണ്ട്. അങ്ങനെ നമ്മൾ ടർഫിൽ റീച്ച് ചെയ്തു. ബൈ. ഞാൻ ടർഫ് ഭയങ്കര വെയിലായിരിക്കുമല്ലേ. ടർഫിനകത്ത് കയറുകയാണ്. ടർഫിനകത്ത് അങ്ങനെ കയറി എന്താണ് നോക്കാം. പിന്നെ നടണ്ടരുണ്ട്. അങ്ങനെ വ്ലോഗ് കണ്ടിന്യൂ ആണ്. ഇവിടെ മഴ പെയ്ത് അമ്മമാര് കളിക്കുന്നു, ഞാൻ അവിടെ കയറിയിരിക്കുന്നു. യാസീൻ അപ്പോഴത്തേനും വന്നിട്ടുണ്ട്. പിന്നെന്താണ്, ബാക്കി എല്ലാവരും കളി കഴിഞ്ഞിട്ട് പോയി. പിന്നെ കളിക്കുന്നൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലേ. ഇർഫാൻ സുഫിയാൻ അടിയൊക്കെ ഉണ്ട്. അപ്പം വ്ലോഗ് ഭയങ്കര ബോറായിരുന്നു അറിയാം. അപ്പം എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ആടാ